very professional. So latest technology in editing, latest technology, AI, everything you are using. It's a big industry, not like in Kerala we have very good language, very good script, great actors. You first time you are coming? Sir, you are also coming? No. എരുമേലിലായാലും ശബരിമലയിലായാലും പമ്പയിലായാലും നല്ല കൊള്ള നടക്കുന്ന സംഭവങ്ങൾ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ യാതൊരു മടിയില്ല. അങ്ങ് അയ്യപ്പൻ്റെ പേരിലാണ് ഇത് മുഴുവൻ കൊള്ള നടക്കുന്നത്. പക്ഷേങ്കിൽ ഒരു സംഘം തെലങ്കാനയിൽ നിന്ന് വന്നിട്ട് അവർ കോണ്ടാക്ട് ചെയ്തിട്ട് മലയാളിയെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പം അവർ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു പുല്ലാറിന് ഈ വാർത്ത തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സീസൺ നമ്മൾ തീർന്നു കഴിഞ്ഞിട്ട് മാത്രം പറയുകയാണ്. കാരണം കൊള്ളക്കാരന്മാരെല്ലാം എന്നും കൊള്ളക്കാരാണ്. അതുകൊണ്ട് അത്തരം ഈ കൊള്ളയുടെ വാർത്ത കൊടുക്കണോ കൊടുക്കണ്ടോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്. പിന്നെ അവരുടെ ജീവനോപാധിയല്ലേ നടക്കട്ടെ എന്ന് മാത്രം കരുതിക്കൊണ്ട് ഞാൻ അത്തരം വാർത്തകൾ ഞാൻ കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ ഒരുപക്ഷെ കൊടുക്കേണ്ടി വരികയും ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരം കൊള്ളകൾക്കിടയിൽ നല്ല ഒരു പ്രവർത്തനം നടത്തിയ ഒരു സംഘടനയുടെ കാര്യം നോക്കിയത് എന്നെ രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിൽ നിന്നാണ് നമ്മളുടെ ഈ വാർത്തയിലേക്ക് പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം. ഹലോ നമസ്കാരം. ഞാൻ ജ്യോതിർമേനാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. തെലങ്കാനയിൽ നിന്നാണ്. നമ്മൾ അഖില ഭാരത അയ്യപ്പ സേവാ ട്രസ്റ്റിന്റെ തെലങ്കാനയുടെ സ്റ്റേറ്റ് അഡ്വൈസറാണ്. നമ്മളെ കഴിഞ്ഞ ദിവസം കേരളത്തില് നമ്മള് ശബരിമലയിൽ അന്നദാനം കൊടുത്തതിന്റെ ഒരു വീഡിയോസും ഫോട്ടോസും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു എന്തെങ്കിലും പ്രത്യേകതകളാണോ? പ്രത്യേകം നമ്മള് അഖില ഭാരത അയ്യപ്പ സേവാ ട്രസ്റ്റിന്റെ അന്നദാന കാര്യക്രമമായിട്ടാണ് നമ്മളവിടെ കേരളത്തിൽ എത്തിയത്. നമുക്കവിടെ കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോണിലെ സുനിൽ ബാബു സാറ്, അജിത് സാറ്, അങ്ങനെയുള്ളവരെല്ലാരും നമുക്ക് എന്റെ അടുത്തൊരു സുഹൃത്താണ്. അതെ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, എന്നെ അറിയാം. ഓക്കെ. ഞാൻ 2014 മോട്ടോർ വാഹന വകുപ്പിന്റെ കൺട്രോൾ റൂമിൽ തെലുങ്ക് ട്രാൻസ്ലേറ്റർ ആയിരുന്നു. അന്ന് മുതലുള്ള സാറുമായിട്ടൊരു സുഹൃത്ത് ബന്ധമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ രാവിലെ ടിഫിൻ അറേഞ്ച് ചെയ്തതിനെ കുറിച്ച് സാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. അതിനുശേഷം നമ്മള് പെരുന്നാട്ടില് 2ാം ദിവസം തിരുവാഭരണം നമ്മളവിടെ സ്റ്റേ ചെയ്യുന്ന ദിവസം അന്ന് നമുക്ക് അവിടെ ഒരു 1300 പേർക്ക് നമുക്ക് അന്നദാനം കൊടുക്കാനുള്ള ഫണ്ട് നമ്മുടെ തെലങ്കാനയിൽ നിന്ന് നമ്മൾ കേരളത്തിൽ 1 രൂപ പോലും ഒരിടത്തും നമ്മൾ 10 പൈസ പോലും കളക്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ട്രസ്റ്റിന്റെ വകയായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ അവിടെ വന്ന് അന്നദാനം ചെയ്യുമായിരുന്നു. അപ്പം അതിന് നമുക്ക് ഡെപ്യൂട്ടി കളക്ടർ മകരവിളക്ക് ദിവസമാണോ ചെയ്തത്? മകരവിളക്കിന്റെ നമ്മൾ ആ തിരുവാഭരണം സന്നിധാനത്തേക്ക് കൊണ്ടുവന്നതിന്റെ തലേദിവസം ഉണ്ടല്ലോ, അന്ന് അവിടെ സ്റ്റേ ഉണ്ടല്ലോ. അന്ന് നമുക്ക് നമ്മുടെ MLA പ്രമോദ് നാരായണന് നമുക്ക് എല്ലാവരും പൂർണ്ണമായ സഹകരണമാണ് നമുക്ക് അവിടെ ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് അത്ര നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയത്. വനം വകുപ്പിന്റെ ആണെങ്കിലും സപ്പോർട്ട് ഉണ്ടായിരുന്നു, മോട്ടോർ വാഹന വകുപ്പിന്റെ ആണെങ്കിലും എല്ലാ വിധത്തിലും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം നമ്മൾ കാലഘട്ടയിലും 12, 13, 14 3 ദിവസം നമ്മൾ അന്നദാനം ചെയ്തായിരുന്നു. ശരി. അന്നദാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ? കേരള ഫുഡ് ആണോ അതോ അല്ലല്ല, നമ്മളത് തെലങ്കാനയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന തെലങ്കാന ഫുഡ്, അത് നല്ല രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ ഫുഡ് കുക്ക് എല്ലാം നമ്മൾ തെലങ്കാനയിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഒരു ലോറി നിറച്ച് സാധനങ്ങളായിട്ടാണ് അവിടെ എത്തിയത്. ഇടയ്ക്കൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം, എനിക്ക് തെലങ്കാന ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കഴിക്കാറുള്ള. നമുക്ക് എല്ലാവർക്കും അതാണ് പിടിക്കുന്നത്. നല്ല ഇതായതുകൊണ്ട് നല്ല ഫുഡ്, മറ്റ് പ്രശ്നങ്ങളില്ല, വയറിന് പ്രശ്നമില്ലാത്ത ഫുഡാണ് അവരുടെ. അതെ. അത് തന്നെയല്ല, വേറെ പ്രത്യേകത കൊണ്ടുണ്ട്. നമ്മുടെ അരി കേരളത്തിലെ അരിയാണെങ്കിൽ നമുക്കത് കുറച്ചു നേരം അടുപ്പേ കിടക്കണം. ഇത് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് കുക്കാവുന്ന അരിയാണ്. ആണോ? അതെങ്ങനെ? അത് അരിയുടെ പേരിന്? അത് നമ്മുടെ കേരളത്തിലെ BPT റൈസ് അല്ല, തെലങ്കാന BPT റൈസ്. തെലങ്കാന റൈസ് മൊത്തം അങ്ങനെയാണല്ലോ. നമ്മൾ ബോയിൽ റൈസ് ആണല്ലോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് ബോയിൽ റൈസ് അല്ലല്ലോ. ബോയിൽ റൈസ് അല്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ വറ്റിച്ചെടുക്കുന്ന അരിയാണ് ഇവിടെ. ഓ ശരി. അപ്പൊ നിങ്ങൾ തെലങ്കാന തിരിച്ചു പോയോ? ഞങ്ങൾ 50 പേരടങ്ങുന്ന ഒരു ട്രസ്റ്റിന്റെ ടീം, അവർ 2 ട്രാവലറിലും പിന്നെ നമ്മുടെ സാധനങ്ങളായിട്ട് ഒരു ഗുഡ്സ് വണ്ടിയും എന്റെ ഒരു കാറുമായിട്ട് നമ്മൾ 5-6 വാഹനത്തിലാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങളുടെ ടീം മൊത്തം ഇന്നലെ രാത്രി കൊണ്ട് തിരിച്ച് തെലങ്കാനയിൽ എത്തി.
ഓ ശരി. അതോടൊപ്പം നമ്മുടെ ആൾക്കാരെല്ലാരും വളരെ സന്തോഷത്തിലാണ്. നമ്മൾ നെല്ലിമലയിൽ അവർക്ക് വിളക്ക് കാണാനുള്ള സംവിധാനം നമ്മൾ നെല്ലിമല എന്ന് പറഞ്ഞാൽ തുലാപ്പള്ളി ഭാഗം അല്ലേ? തുലാപ്പള്ളി നാറാണന്തോട്, അതായത് എന്റെ വീട് മന്ദിരത്തിന് മുകളിലാണ്. അതേവിടെ കുറച്ചുകൂടെ മുകളിലേക്ക് കയറി അവിടെ മകരവിളക്ക് കാണാം. നെല്ലിമലയില് നമ്മള് അവർക്ക് ആന്ധ്ര, തെലുങ്കാന, കർണാടക ഈ 3 സംസ്ഥാനത്തിലുള്ളവർക്ക് അവിടെ വിളക്ക് കാണുന്നതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. നമ്മളത് ഈ പ്രാവശ്യം ഒരു 250-300 പേരെ നമ്മൾ അവിടെ വിളക്ക് കാണിച്ചിട്ടുണ്ട്. ഓ ശരി. അവർ വളരെ സന്തോഷത്തോടെയാണ് തിരിച്ചു മടങ്ങിയിരിക്കുന്നത്. ഓ ശരി ശരി. ഓക്കെ, നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീഡിയോ അല്ല ഒരു ഓഡിയോയിൽ ഞാൻ വിളിക്കാം. ഓക്കെ 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 താങ്ക് യു. ഓക്കെ 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 ഓക്കെ.